നൽകേണ്ടി വരുമെന്നതാണ് സാഹചര്യം. നമുക്കിനി കൊച്ചിയിലേക്ക് ഒന്ന് പോകണം അല്ലെ. കൊച്ചിയിൽ എന്തായാലും ഇന്നലെ വലിയ തരത്തിലുള്ള ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾക്കൊക്കെ വഴിവെക്കുന്ന വലിയ സംഭവവികാസങ്ങൾക്കാണ് കോടതി ഇന്നലെ തുറന്നു വെച്ചിരിക്കുന്നത്. കോടതിയുടെ ചോദ്യം ഉണ്ടായിരുന്നു. കോടതി പ്രധാനമായും പറഞ്ഞൊരു കാര്യമുണ്ട്, മുഖ്യമന്ത്രിയിൽ ശിവശങ്കറിന് വലിയ സ്വാധീനം. അത് പറഞ്ഞിരിക്കുന്നത് കോടതി തന്നെയാണെന്ന് മാത്രമല്ല, എന്തുകൊണ്ടാണ് സ്വപ്ന സുരേഷിനെ അറസ്റ്റ് ചെയ്യാത്തതടക്കമുള്ള ചോദ്യങ്ങളൊക്കെ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. സ്വാഭാവികമായും ഇത് പ്രതിപക്ഷം ഏറ്റെടുക്കും. വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, ഇടയുണ്ട്. വരും മണിക്കൂർ അതിനുള്ള വലിയ സാധ്യതകളൊക്കെയാണ് മുന്നിൽ കാണുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് അനീഷ് കുമാറിലേക്ക് പോകണം അല്ലേ. അനീഷ്, ഗുഡ് മോർണിംഗ്. അനീഷ്, ഗുഡ് മോർണിംഗ്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിവാദം. ഇന്നലെ ഹൈക്കോടതി ഈ ജാമ്യം നിഷേധിച്ചുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ അത് വലിയ തുടർ ചർച്ചകൾക്കിടവയ്ക്കുന്നതാണ്. ഒന്ന്, മുഖ്യമന്ത്രിയും ശിവശങ്കറുമായുള്ള ബന്ധമുണ്ട്. അതിനുമപ്പുറം സ്വപ്ന സുരേഷിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ഇഡിയോടെയുള്ള ചോദ്യമുണ്ട്. ഈ രണ്ട് ചോദ്യങ്ങളും ഉന്നയിക്കുന്നത് തുടർ വിവാദ സാധ്യതകളല്ലേ? ഈ വിഷയത്തിലുള്ള പ്രതികരണം എപ്പോഴൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാനാവും? മറ്റൊന്നുള്ളത്, സ്വപ്ന സുരേഷ് ഇന്ന് മാധ്യമങ്ങളെ കാണുമെന്നും അറിയിച്ചിട്ടുണ്ട് അല്ലേ അനീഷ്? യെസ്, അതാണ് സാഹചര്യം. എന്തായാലും കൊച്ചിയിൽ നിന്ന് അനീഷ് നമുക്കൊപ്പം ചേരും. എന്തായാലും ഈ വിഷയത്തിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കിടവയ്ക്കുന്നതായിരുന്നു ഇന്നലെ ഹൈക്കോടതിയുടെ പരാമർശം. കാരണം ഇതുവരെ ഈ വിഷയത്തിൽ ശിവശങ്കറും മുഖ്യമന്ത്രിയുമായുള്ള ബന്ധം അതൊരു രാഷ്ട്രീയ ആരോപണമാവും അല്ലെങ്കിൽ ഇഡിയുടെ കുറ്റപത്രത്തിലൊക്കെ ഒതുങ്ങി നിന്ന വിഷയമാണെങ്കിൽ കോടതി അത്തരമൊരു പരാമർശം നടത്തിയിരുന്നില്ല. പക്ഷേ കോടതി ഇന്നലെ അങ്ങനെ ഒരു പരാമർശം നടത്തി. അനീഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനീഷ്, ഇന്നലെ ഹൈക്കോടതി വളരെ ഗുരുതര പരാമർശങ്ങളാണ് നടത്തിയത്. ഒന്ന്, ശിവശങ്കറും മുഖ്യമന്ത്രിയുമായുള്ള ബന്ധം കോടതി ആ ജാമ്യം നിഷേധിക്കുമ്പോൾ അത് വ്യക്തമാക്കുന്നു. മറ്റൊന്ന്, എന്തുകൊണ്ട് സ്വപ്നയെ അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന ഇഡിയോടുള്ള ചോദ്യവും ഉന്നയിക്കുന്നുണ്ട്. ഇതുണ്ടാക്കുന്ന രാഷ്ട്രീയ തുടർ വിവാദ സാധ്യത വളരെ വലുതല്ലേ അനീഷ്? ഒന്ന്, മറ്റൊന്നുള്ളത്, സ്വപ്ന സുരേഷ് ഈ വിഷയത്തിൽ ഇന്ന് പ്രതികരിക്കുമെന്നും അറിയുന്നു. അങ്ങനെയെങ്കിൽ എപ്പോഴായിരിക്കും അവരുടെ പ്രതികരണം ഉണ്ടാവുക? അതിന്റെ തുടർ സാധ്യതകൾ എങ്ങനെയാണ് അനീഷ്? ലൈവില്ലേ എന്നെ വിളിച്ചിട്ട് അനീഷിലേക്ക് നമുക്ക് മടങ്ങി വരാം. എന്തായാലും വളരെ സങ്കീർണമായ നടപടിക്രമങ്ങളിലൂടെയാണ് ഇന്നലെ ഹൈക്കോടതി കടന്നുപോയത്. ഈ വിഷയങ്ങളിലൊക്കെ തുടർ വാർത്തകൾ ഉണ്ടാകും. അപ്പം നമുക്ക് വീണ്ടും ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലായി കേരളം ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട വാർത്ത കോഴിക്കോടാണ്. അതെ, അപ്പോൾ എന്തായാലും എലത്തൂർ ട്രെയിൻ തീവപ്പുമായി ബന്ധപ്പെട്ട ഇനിയും ഒരുപാട് അപ്ഡേഷനുകൾ വരാറുണ്ട്. പ്രത്യേകിച്ചും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, NIA എപ്പോൾ ഈ കേസ് എടുക്കും, പ്രത്യേകിച്ചും NIA ഉടൻ തന്നെ കേസ് ഏറ്റെടുക്കുമെന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എപ്പോഴായിരിക്കും NIA കേസ് ഏറ്റെടുക്കുക? അതുമാത്രമല്ല, കഴിഞ്ഞ ഒന്നര ആഴ്ചകളായി ഈ ഒരു കേസ് അന്വേഷിക്കുന്ന അന്വേഷണ സംഘത്തിന് പ്രത്യേകിച്ച് ഒരു തുമ്പൊന്നും കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. എന്തായിരുന്നു പ്രതിയുടെ ലക്ഷ്യം എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം അന്വേഷണ സംഘത്തിന് ലഭിക്കാറുണ്ട്. അങ്ങനെ എന്തായാലും NIA കേസ് ഏറ്റെടുക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കൊക്കെ വളരെ പെട്ടെന്നൊരു ഉത്തരം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും. അപ്പോൾ എന്തായാലും നമുക്ക് കോഴിക്കോടേക്ക് പോകാം അല്ലേ? അതെ, കോഴിക്കോട് ഡാൻ കുര്യനാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഡാൻ, കൊച്ചിയിലേക്ക് തന്നെ പോവേണ്ടതുണ്ട്. കൊച്ചിയിൽ അനീഷ് റെഡിയാണെന്നാണ് പറയുന്നത്. അനീഷ്, എന്തായാലും ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള സാമൂഹിക രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളൊക്കെ അതിനുള്ളൊരു തയ്യാറെടുപ്പ് അല്ലെ, അതിനുള്ള സാഹചര്യങ്ങളൊക്കെ വരികയാണ്. മുഖ്യമന്ത്രിയും ശിവശങ്കറുമായുള്ള ബന്ധത്തിനെ കുറിച്ച് ഇന്നലെ ഹൈക്കോടതി പരാമർശിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്തുകൊണ്ട് സ്വപ്ന സുരേഷിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യങ്ങൾ അടക്കം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വരികയാണ്. ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. സ്വാഭാവികമായും ഇത് പ്രതിപക്ഷം ഏറ്റെടുക്കാനുള്ള സാധ്യതയുണ്ട്. സ്വപ്ന എന്ന മാധ്യമങ്ങളെ കാണുമെന്ന് പറയുന്നു. എപ്പോഴായിരിക്കും അങ്ങനെയാണെങ്കിൽ ഇത് ഉണ്ടാവുക? എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഭവ്യ, സജിത്ത്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇഡിക്കും സർക്കാരിനും ഒരുപോലെ തന്നെ പ്രതിസന്ധിയാവുന്ന ഉത്തരവാണ് ഇന്നലെ കോടതിയിൽ നിന്നും ഇറങ്ങിയത് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട ആദ്യം മുതൽ തന്നെ ഉയർന്ന ആരോപണം ഈ പലതവണ ശിവശങ്കർ കോടതിയിൽ വ്യക്തമാക്കിയ കാര്യവും ഇതുതന്നെയായിരുന്നു. തന്നെ
മനഃപൂർവ്വം കരുതി കൂട്ടി മോശക്കാരനാക്കാനുള്ള ശ്രമങ്ങൾ ഇ ഡിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാക്കി. അതിൻ്റെ ഭാഗമായാണ് തന്നെ അറസ്റ്റ് ചെയ്ത് ഇത്ര ദിവസമായി ജയിലിൽ അടച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. കാരണം ഈ കേസിലെ ഒന്നാം പ്രതി ഈ സന്തോഷ് ഈപ്പനാണ് യൂണിടാക് ബിൽഡേഴ്സ് എന്ന സ്ഥാപനത്തിൻ്റെ ഉടമ. രണ്ടാം പ്രതിയായി വരുന്നതും യൂണിടാക് ബിൽഡേഴ്സ് എന്ന സ്ഥാപനമാണ്. ഈ രണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലും ഈ ശിവശങ്കരനെ മാത്രം ആദ്യം കസ്റ്റഡിയിലെടുക്കുകയും ദിവസങ്ങളോളം ചോദ്യം ചെയ്യുകയുമൊക്കെ ചെയ്യുമ്പോൾ ഈ സന്തോഷിപ്പിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നൊരു വിമർശനം ഉയർന്നിരുന്നു. എന്നാൽ അത്തരം ഒരു വിമർശനം സജീവമായതോടെ സന്തോഷിപ്പിനെ ഇ ഡി നേരത്തെ കസ്റ്റഡിയിലെടുത്തിരുന്നു. കസ്റ്റഡിയിലെടുത്ത ശേഷം വളരെ ചുരുങ്ങിയ ദിവസങ്ങളിൽ 2-3 ദിവസത്തിനുള്ളിൽ സന്തോഷിപ്പിന് ഈ കേസുമായി ബന്ധപ്പെട്ട് ജാമ്യം ലഭിക്കുകയും ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ഇതിൻ്റെ ജാമ്യ നടപടികളെ കാര്യമായി ഇ ഡി എതിർക്കുകയുണ്ടായില്ല. എന്നാൽ ശിവശങ്കരൻ്റെ കാര്യം വരുമ്പോൾ കടുത്ത വിയോജിപ്പ് ഈ ജാമ്യം നൽകുന്നതിൽ കോടതിയിൽ ഇ ഡി രേഖപ്പെടുത്തുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. കാരണം ആരോഗ്യപരമായ പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാട്ടിയാണ് ഈ ജാമ്യാപേക്ഷ നൽകിയിരുന്നത്. പക്ഷേ അത്തരത്തിൽ ജാമ്യം നൽകാൻ പാടില്ല. കാരണം ഈ ഭരണതലങ്ങളിൽ ഉന്നതമായ സ്വാധീനമുള്ളയാളാണ് ശിവശങ്കർ. സർക്കാർ സർവീസിൽ നിന്നും പോയ ശേഷവും വീണ്ടും തിരിച്ച് ജോലിക്ക് കയറുകയും വിരമിക്കാനുള്ള അവസരം ലഭിക്കുകയും ഒക്കെ ചെയ്തു. ഉന്നത പദവികളിലേക്ക് തന്നെ വരികയും ചെയ്തു. അതുകൊണ്ട് ഉന്നതമായ സ്വാധീനമാണ് അധികാരത്തിൻ്റെ അകത്തളങ്ങളിൽ ഈ ശിവശങ്കറിന് ഉള്ളത് എന്ന കൃത്യമായ വാദം ഈ കോടതിയിൽ ഉന്നയിക്കുകയും ചെയ്തു. എന്തായാലും ഇന്നലെ പുറത്തിറങ്ങിയ ഉത്തരവിലും അതുതന്നെയാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്. കാരണം ഉന്നതമായ സ്വാധീനങ്ങൾ ഉള്ളയാളാണ്. സർവീസിൽ നിന്നും പുറത്തേക്ക് മാറ്റിയിരുത്തപ്പെട്ടെങ്കിലും പിന്നീട് വളരെ കരുത്തരായി തന്നെ സർക്കാരിലേക്ക് തിരിച്ചു കയറിയ ആളാണ്. അതുകൊണ്ട് ഉന്നത പദവിയിൽ തന്നെ ഇരുന്ന് വിരമിക്കാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഈ അധികാരം ഉപയോഗിച്ച് കേസ് അട്ടിമറിക്കുന്നതിനുള്ള നീക്കങ്ങൾ ശിവശങ്കറിൻ്റെ ഭാഗത്തു നിന്നും നടത്തും എന്ന വാദം അംഗീകരിക്കുകയും അതുകൊണ്ട് ആരോഗ്യപരമായ കാരണങ്ങൾക്കപ്പുറം ആ ഒരു കാരണം ചൂണ്ടിക്കാട്ടി ജാമ്യം നിഷേധിക്കുകയും ചെയ്തു. മറുവശത്ത് ഈ ശിവശങ്കറിൻ്റെ ദിവസങ്ങളായി അല്ലെങ്കിൽ ആഴ്ചകളായി കസ്റ്റഡിയിൽ ജയിലിൽ കഴിയുമ്പോൾ ഈ കേസിലെ ഏറ്റവും സുപ്രധാനമായ പ്രതി ഈ കേസിലെ മറ്റു പ്രതികളുമൊക്കെയായി ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ ആസൂത്രകയായി നിന്ന സ്വപ്ന സുരേഷിനെ എന്തുകൊണ്ട് ഈ കേസിൽ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ആ ചോദ്യത്തിലാണ് ഇനി ഇ ഡി ഒരുപക്ഷെ കോടതിയിൽ മറുപടി പറയേണ്ടി വരിക. എന്തായാലും കോടതിയിൽ നിന്നടക്കം വിമർശനം നേരിട്ട സാഹചര്യത്തിൽ ഒരുപക്ഷെ സ്വപ്ന സുരേഷിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നടപടിക്രമങ്ങളിലേക്ക് ഒരുപക്ഷെ ഇ ഡി നീങ്ങുമോ എന്നതൊക്കെയാണ് നമ്മളിനി കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും നേരത്തെ തന്നെ ഈ സ്വപ്നയുമായി ഒരു മൃദു സമീപനം ഇ ഡിക്കുണ്ട്, കേന്ദ്ര ഏജൻസികൾക്കുണ്ട് എന്ന ആരോപണം CPM-ൻ്റെ ഭാഗത്തുനിന്നും വളരെ ശക്തമായി തന്നെ ഉന്നയിച്ചിരുന്നു. ശിവശങ്കരനെ മാത്രം ബലിയാടാക്കി മറ്റുള്ളവരെ രക്ഷപ്പെടാൻ സഹായിക്കുന്നു എന്ന തരത്തിലേക്കുള്ള ആരോപണമാണ് CPM നേതാക്കളിൽ പലരും ഈ കേസിലേക്ക് ആദ്യഘട്ടത്തിലൊക്കെ പറഞ്ഞത്. എന്തായാലും ആ ഒരു ചോദ്യമാണ് ഈ ഇ ഡിക്ക് മുന്നിൽ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഒരേ സമയം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനും സർക്കാരിനും വലിയ തിരിച്ചടിയായി മാറുന്ന ഉത്തരവാണ് ഇന്നലെ കോടതിയിൽ നിന്നും ഇറങ്ങിയിരിക്കുന്നത്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും അനീഷ് വ്യക്തമാക്കിയതുപോലെ ഒരേ സമയം സർക്കാരിനും ഇ ഡിക്കും വെല്ലുവിളി ഉയർത്തുന്ന ഒരു നീക്കമാണ് ഇന്നലെ കോടതിയിൽ നിന്നും ഉണ്ടായത്. എന്തുകൊണ്ട് സ്വപ്നയെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന കോടതിയുടെ ചോദ്യത്തിന് സ്വാഭാവികമായും മറുപടി നൽകാൻ ഇ ഡിക്ക് വരും ദിവസങ്ങളിലെങ്കിലും ബാധ്യതയുണ്ടാകും. സ്വപ്ന സുരേഷ് ഇന്ന് മാധ്യമങ്ങളെ കാണുന്നതുമുണ്ട്. അപ്പോൾ എന്തായാലും അനീഷാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. നമുക്കിനിയും ഒരുപാട് വിശേഷങ്ങളും വാർത്തകളും ഒക്കെ പരിശോധിക്കാറുണ്ട്. അതിലേക്കൊക്കെ വരാം. അതിനു മുൻപ് ഇടവേള.